മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ചതിന് പിന്നാലെ യുവതി മരിച്ചു. ചട്ടിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന അസ്മ 5ാമത്തെ പ്രസവത്തിലാണ് മരിച്ചത്. മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ യുവതിയുടെ സ്വദേശമായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയും ശേഷം പോലീസ് ഇടപെട്ട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. വിഷയത്തിൽ ഇപ്പം നിങ്ങൾ കേട്ടതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ഒരു ന്യൂസാണ്. അവിടെ മലപ്പുറത്ത് ഒരു ഭാര്യ വീട്ടിൽ തന്നെ പ്രസവിച്ചത് 5ാമത്തെ പ്രസവമാണ്. ആ ഒരു പ്രസവം കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് രക്തമൊക്കെ വാർന്ന് ഭയങ്കര തീരെ വയ്യാതെ ആശുപത്രിയിൽ ഹസ്ബൻഡൊന്നും കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ മരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഭർത്താവ് എന്ത് ചെയ്യുന്നു, നേരെ തന്നെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുചെന്ന് അവിടെ അടക്കാൻ പോകുന്നു. ആ പോകുന്ന വഴിക്കാണ് ഈ ഒരു ഭാര്യയുടെ വീട്ടുകാരെ വിളിച്ചിട്ട് ഇത് കണക്ക് മരിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിന് മുമ്പ് 5 മണി വൈകുന്നേരം 5 മണിയാണ് ആ ഒരു പ്രസവവും കാര്യങ്ങളൊക്കെ നടന്നത്. ആ സമയത്ത് വീട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് കുട്ടി ജനിച്ചു എന്നുള്ളൊരു കാര്യം. അതിനുശേഷം ഭയങ്കരമായിട്ട് തടസ്സവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആശുപത്രിയിൽ ഒന്നും തന്നെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അതിനുശേഷമാണ് മരിക്കുന്നത്. നേരെ ഈ ഒരു ഭർത്താവിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി അടക്കാൻ ശ്രമിക്കുന്നത്. ആ സമയത്ത് ഇതറിഞ്ഞതും ഈ ഒരു ഭാര്യയുടെ വീട്ടുകാർ പോലീസിനെ കോൺടാക്റ്റ് ചെയ്യും ഈ ഒരു അടക്കുന്നത് തടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് പോലീസ് ആ ഒരു ശരീരം എന്ത് ചെയ്യുന്നത് മോർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു കേസ് ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയമാണ്. ഈ ഒരു സ്ത്രീ, അതായത് മരിച്ച ഈ ഒരു യുവതി ഉണ്ടെങ്കിൽ ഇതിന് മുമ്പ് 4 പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 2 പ്രസവം മാത്രമാണ് ആശുപത്രിയിൽ പോയി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഉണ്ടെങ്കിൽ അക്യുപഞ്ചറൊക്കെ പഠിച്ചതിന് ശേഷം ബാക്കി 2 പ്രസവങ്ങളും നടത്തിയത് സ്വന്തം വീട്ടിൽ വെച്ചാണ്. ഇപ്പം 3ാമത്തെ ഈ ഒരു നടത്തിയതും വീട്ടിൽ വെച്ചാണ്. പക്ഷേ അത് സീരിയസ് ആയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, മരിച്ചു പോകുന്നതും. ഇതിപ്പോൾ എല്ലാവരും ആ ഒരു വീടിനടുത്ത് താമസിക്കുന്ന വേറെ ആൾക്കാരോടും ഒന്നും തന്നെ ഇവർക്ക് വലിയ പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ഹസ്ബൻഡായിട്ടുള്ള സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ ഈ വ്യക്തി ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് കൂടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ പടർത്തുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ അടുത്തുള്ള ആൾക്കാരോടൊന്നും സംസാരിക്കത്തില്ല. അയൽവക്കത്തുകാരോട് ഒരു കോണ്ടാക്റ്റും ഒന്നും തന്നെയില്ല. ഇവർക്ക് 4 മക്കളല്ലാതെ തന്നെ ഉള്ള കാര്യം ഒന്നും തന്നെ അവർക്ക് അറിയത്തൊന്നും തന്നെയില്ല. ഈ ഒരു പ്രസവമായ സമയത്ത് തന്നെ ഈ ഒരു ഭാര്യയുടെ വീട്ടുകാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി ഇല്ലെങ്കിൽ സീരിയസ് ആവും. പക്ഷേ അതൊന്നും കേൾക്കാൻ നിൽക്കാതെയാണ് വീട്ടിൽ തന്നെ എന്ത് ചെയ്ത് പ്രസവം എടുത്തത്. ഇതിന് മുമ്പും 2 വട്ടം പ്രസവം എടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ധൈര്യത്തിലെടുത്തതാണ്. പക്ഷേ ആ ഒരു യുവതിക്ക് ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇതുപോലെ കുറേ പേരുണ്ട് വീട്ടിൽ തന്നെ പ്രസവം എടുക്കത്തുള്ളൂ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നവർ. നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർ അങ്ങനെ വീട്ടിൽ വല്ലതും നിൽക്കുന്ന പ്രസവം എടുക്കുക അങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നവരോട് പറയുക. ഇതൊക്കെ എപ്പോഴാണ് റിസ്ക് ആവുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ചെറിയൊരു അബദ്ധം എങ്ങനെ പറ്റി കഴിഞ്ഞാൽ ചെറിയൊരു റിസ്ക് ആയി കഴിഞ്ഞാൽ തന്നെ ജീവൻ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഈ ഒരു സ്ത്രീയുടെ കാര്യമാണെങ്കിൽ ആ ഒരു പ്രസവം എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. എന്നിട്ട് പോലും ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ആ വ്യക്തി അവിടെ തന്നെ വെച്ചിരുന്നു. അങ്ങനെ അവസാനം മരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കും. നിങ്ങളുടെ ഒരു പ്രസവ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് ഈ ചിലവ് ചുരുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളല്ല, ജീവിതം വെച്ചല്ല റിസ്ക് എടുക്കേണ്ടത്. ആശുപത്രിയിൽ കൊണ്ടുവരുന്നെങ്കിൽ ഈ ഒരു കാര്യം സംഭവിക്കുമായിരുന്നു. അതോ ഇത്രയും ഒരു 5ാമത്തെ പ്രസവം എന്ന് പറയുമ്പോഴത്തേന് അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുപോലെ തന്നെ പ്രായവും ഉണ്ട് ആ ഒരു സ്ത്രീക്ക്. എന്നിട്ടും ഈ ഒരു ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ക്രൂരതയാണ് ആ ഒരു സ്വന്തം ഭാര്യയെടുത്ത് ചെയ്തിട്ടുള്ളതെന്ന് ഇയാൾക്ക് മനസ്സിലായോ എന്തോന്ന് തന്നെ എനിക്കറിയാൻ പറ്റുന്നില്ല. ഇയാളൊക്കെ മനുഷ്യനാണോ എന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല.